നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് സുകന്യ അനശ്വരയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അനശ്വരയോട് പറഞ്ഞു, നീ പെട്ടെന്ന് റെഡിയാവുക, നമുക്ക് പുറത്തു വരെ പോണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനശ്വര ചോദിച്ചു, എങ്ങോട്ടാ സുകന്യേച്ചി പോകുന്നതെന്ന് ചോദിച്ചു. അതെ, അലോക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന് നിന്നെ കാണുന്നു, എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന്, നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അത് കേട്ടപ്പോ അനശ്വര, അയ്യോ എനിക്ക് പേടിയാ സുകന്യേച്ചി, അമ്മ എങ്ങാനും അറിഞ്ഞിട്ടുണ്ട പ്രശ്നമോ? അതിന് സുകന്യ അതിന് ഗോമതി ചേച്ചി ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അമ്മ ഇവിടെ ഇല്ലേ? അതെ, ഗോമതി ചേച്ചി ദേവമല ക്ഷേത്രത്തിലേക്ക് പോയേക്കുവാ, അതെനിക്ക് അറിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അനശ്വര പറഞ്ഞു, അല്ല മിത്രേച്ചി ദേവി ചേച്ചിക്ക് ഇവിടെ ഇല്ലേ? ഓ, അവരൊന്നും കാര്യമാക്കി എടുക്കണ്ട, എന്റെ ഒരു കള്ളത്തരം പറഞ്ഞ് നമുക്ക് ഇറങ്ങാം, നീ എന്റെ ഒപ്പം നിന്നാ മാത്രം മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അനശ്വര പറഞ്ഞു, അത് കുഴപ്പമില്ല ചേച്ചി, എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ അനുസരിക്കാന്ന് പറഞ്ഞു. എങ്കിൽ നീ പെട്ടെന്ന് റെഡിയായിട്ട് വാ, അവരോട് എന്തായാലും കള്ളത്തരമൊക്കെ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. ഒടുവിൽ അനശ്വര റെഡിയാനായിട്ട് പോയി. അനശ്വരയുടെ മനസ്സിൽ ടെൻഷനുണ്ട്, എന്തായി തീരും, എങ്ങാനും ആരെങ്കിലും കണ്ട അതോടുകൂടി തീർന്നു. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ആര്യൻ ചേട്ടൻ പിടികൊണ്ടായിരുന്നു, തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് സുകന്യ മുറിയിൽ പോയി റെഡിയാവണം. അനശ്വരയെ അലോകിനെ തമ്മിൽ ഒന്നുകൂടെ ഒന്നിപ്പിക്കണം, കാരണം അതൊരു സ്ട്രോങ് ആക്കണം ആ ബന്ധം, എങ്കിൽ അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു സുകന്യയുടെ മനസ്സിൽ. സുകന്യ ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് ഗോമതി ദേവമല ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പം അന്ന് ആ പൂജകളൊക്കെ നടത്തി വന്നതിന് ശേഷം, അഗ്നിപൂജയ്ക്ക് ശേഷം പിന്നെ ദേവമല ക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഗോമതി തനിച്ചാണ് ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നത്. അപ്പൊ തിരുമേനിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് കരുതി ചെല്ലുന്നത്. അങ്ങനെ ദേവിയോട് മനോരുകി പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വാമിയെ പറ്റി പ്രസാദം കൊടുക്കുന്നുണ്ട്. പിന്നീട് ഗോമതിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. കതിരാശം വന്ന് പൂജകളൊക്കെ നടത്തിയിട്ട് പോയതല്ലേ. അങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് ഗോമതി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, അതെ സ്വാമി, കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോയല്ലോ അല്ലേ, ഇനിയിപ്പൊ പേടിക്കാതെ ഇരിക്കാലോ. ആകെപ്പാടെ വല്ലാത്തൊരു ഭയത്തോട് കൂടിയിട്ടാ അന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. എന്താണെങ്കിലും അഗ്നിപൂജ കഴിഞ്ഞോട് കൂടിയിട്ട് ഒരു സമാധാനമായി, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വാമി പോയിട്ട് പറഞ്ഞു, ആര് പറഞ്ഞു? അന്ന് ആ പൂജ നടത്തി, പക്ഷേങ്കില് ആ പൂജ നടത്തി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തിന്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞെന്നുള്ളൂ, പക്ഷെ ആ ദുരന്തം ഇതുവരെയായിട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതി ചോദിച്ചു, അല്ല സ്വാമി പറ്റി എന്തായി പറഞ്ഞതെന്ന് ചോദിച്ചു. അതെ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു നിമിഷം ഗോമതി ഞെട്ടിപ്പോയി. അല്ല, ബാലേട്ടൻ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, പൂജ വിജയമാണോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയാണ് ബാലേട്ടൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സ്വാമി പറ്റി പറഞ്ഞു, ഒരു പക്ഷെ നിങ്ങളെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങളുടെ ഭർത്താവ് പറയാതിരുന്നേ. അന്ന് ആ പൂജകളൊക്കെ നടത്തിയതിന് ശേഷം ഞാൻ നോക്കിയായിരുന്നു, പക്ഷേങ്കിൽ ഫലം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ദുരന്തം ഉണ്ടാവും, അത് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ അതിന്റെ കാഠിന്യം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. മൃത്യുവാണ് നേരത്തെ കണ്ടിരുന്നത്, പക്ഷെ അത്രയും വന്നില്ലെങ്കിലും അതിനോടൊപ്പം തന്നെ ഒരാപത്ത് കുടുംബത്തിലുണ്ടാവും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതിക്ക് വിഷമായി. ആ സമയം സ്വാമി പോയിട്ട് പറഞ്ഞു, സങ്കടപ്പെടാൻ പറഞ്ഞല്ല, ഒരു കരുതൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, അതുകൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, സ്വാമി അത് ഒഴിവാക്കാൻ പറ്റില്ലേന്ന് ചോദിച്ചു. ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുണ്ടല്ലോ, അത് എത്ര പൂജകളും വഴിപാടും നടത്തിയിട്ട് കാര്യമില്ല, ദൈവം തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്, അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇങ്ങനെ കുറച്ച് വഴിപാടുകളൊക്കെ നടത്തിയതുകൊണ്ട് അതിന് കാഠിന്യം കുറച്ച് കുറയ്ക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു. ഗോമതിക്ക് ഭയങ്കര ടെൻഷനായി. ബാലേട്ടൻ തന്നോട് പറയാതിരുന്ന ഒരു പക്ഷേ തന്റെ മനസ്സ് വേദനിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. പാവം എല്ലാം ഉള്ളിലൊതുക്കി നടക്കുവാന്ന് തോന്നേ. ആ ഒരു ചിന്ത വന്നിപ്പോ ഗോമതിക്ക് ടെൻഷനായി. വീട്ടിൽ ആർക്കായിരിക്കും ആപത്തുണ്ടാവാനായിട്ട് പോകുന്നേ, ആർക്കാ എന്താ എങ്ങനെയാ ഏത് രീതിയിൽ ആപത്ത് വരുന്നതെന്നും അറിയത്തില്ലല്ലോ. ആ ഒരു ടെൻഷനായിരുന്നു. ഇതേ സമയത്ത് സുകന്യ റെഡിയായിട്ട് ഹാളിലേക്ക് വരികയാണ്. മിത്ര എവിടെ ഉണ്ടായിരുന്നു? മിത്ര ചോദിച്ചു, അല്ല സുകന്യേച്ചിയിൽ അങ്ങോട്ട് പോവാ. അതെ, എനിക്ക് പുറത്ത് പോകണം, ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ആണോ? അല്ല ചേച്ചി തനിച്ചാണോ പോണെന്ന് ചോദിച്ചു. അനുശ്രീ ഉണ്ടെന്ന് പറഞ്ഞു. അനുശ്രീയെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുശ്രീ അങ്ങോട്ട് വന്നു. മിത്ര നോക്കി അനുശ്രീ വന്ന്. ആ സമയത്ത് അനുശ്രീ പറഞ്ഞത്, സുകന്യേച്ചി എന്നെ വിളിച്ച് കൂട്ടിയെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു. അല്ല ദേവി ചേച്ചിയുടെ അടുത്ത് മിത്രേച്ചി ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പോകുന്നതിന് പ്രശ്നമില്ലല്ലോ, അതിനെന്താ നിങ്ങൾ പോയിട്ട് പോരെ. മിത്രയ്ക്ക് സംശയം തോന്നില്ല. ദേവി ചേച്ചിയുടെ അടുത്ത് ഞാനുണ്ട്, എന്താണെങ്കിലും അപ്പച്ചി കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ, അതിന് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുകന്യ ഭയങ്കര സന്തോഷത്തോടുകൂടി അനുശ്രയം കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ്. പ്രത്യേകിച്ച് സംശയം കാര്യങ്ങളൊന്നും മിത്രയ്ക്കും തോന്നില്ല, കാരണം പുറത്ത് പോകുന്ന സമയത്ത് ഒരു കൂട്ടിനായിട്ട് കൊണ്ടുപോയിക്കുന്നു എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഇതേ സമയം അലോക് വന്ന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ ഇതുവരെയായിട്ടും വരാത്തെ, ഇനി പറ്റിച്ചാണ് സുകന്യേച്ചി? അങ്ങനെ വരാൻ വഴിയില്ല, അവളെയും കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞായിരുന്നു.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അനുശ്രീ സുകന്യയും കൂടെ അങ്ങോട്ട് വരുന്നത് കണ്ടു. അപ്പോഴാണ് അലോകിന്റെ ശ്വാസം വീണത്. അങ്ങനെ അനുശ്രീ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലോക് പറഞ്ഞു, അല്ല ഞാൻ കുറെ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഞാൻ കരുതി ഇനി വരത്തില്ലായിരിക്കുമെന്ന്. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അല്ലേക്കെ, പിന്നെ ഞാനൊരു കാര്യം ഏറ്റതെന്നറിയാലോ, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ട് പെട്ടെന്ന് സംസാരിക്കണം, അധികം സമയമില്ലാന്ന് പറഞ്ഞു. ആ സമയം അനുശ്രീ അലോകിനെ നോക്കണം. സുകന്യ പെട്ടെന്ന് ഇച്ചിരി കൂടെ മാറിയുന്നു. അപ്പോഴേക്കും അലോക് അനുശ്രീ പറഞ്ഞു, എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്, എനിക്കാണ് ഒന്ന് ഫോൺ വിളിക്കാൻ പോലും പറ്റില്ല, നീയല്ലേ പറഞ്ഞു ഫോൺ വിളിക്കില്ലെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീ പറഞ്ഞു, ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെ കണ്ട അത് പ്രശ്നമാവും, അറിയാലോ അമ്മയുടെ സ്വഭാവം, അമ്മയ്ക്ക് അല്ലേ തന്നെ സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് നാളായിട്ട് അമ്മയ്ക്ക് വലിയ സംശയവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുക, ഇനിയിപ്പം നമ്മൾ കണ്ടെന്നെങ്ങാനും അറിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തീർന്നു പറഞ്ഞു. പിന്നെ ഇതിനു മുമ്പ് ആര്യൻചേട്ടന് നമ്മളെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, പക്ഷെ ആര്യൻചേട്ടൻ മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഞാനാന്നുള്ള കാര്യം, അതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അലോക് പറഞ്ഞു, നമ്മുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം, നീ ഇങ്ങനെ പേടിച്ച് എന്നിട്ട് കാര്യമില്ല. മനസ്സിൽ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്ന് അലോക് പറയണേ. അതെ, വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും എങ്ങോട്ടേലും പോവാന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സമ്മതമായിരിക്കും, അവർക്ക് സമ്മതക്കുറവൊന്നും കാണത്തില്ല, പക്ഷെ നിന്റെ വീട്ടില് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുസരിച്ച് പറഞ്ഞു, അത് പിന്നെ എൻ്റെ വീട്ടില് എനിക്ക് സമ്മതിക്കില്ലെന്ന് 100% ഉറപ്പാ, പക്ഷെ ഞാൻ എങ്ങനെയല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അവരൊന്നും ഒരിക്കലും ഇത് അംഗീകരിക്കുന്ന ബന്ധമല്ല എന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ, വീട്ടിലാണ് ഇപ്പൊ കല്യാണാലോചന തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, നിനക്ക് എന്നെ മറക്കാൻ പറ്റുമെങ്കിൽ നീ പറഞ്ഞേരെ, പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കുമെന്ന്. അതൊക്കെ അനുശ്രീയെ മയക്കാൻ വേണ്ടിയിട്ട് അലോക് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അനുശ്രീക്ക് എന്ത് ചെയ്യണം നടത്തില്ല. അപ്പോഴേക്കും സുകന്യം വന്നിട്ട് ചോദിച്ചു, സംസാരം കഴിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഇല്ല ചേച്ചി, ഞങ്ങൾ ആകെപ്പാടെ കൺഫ്യൂഷനിലാന്ന് പറഞ്ഞു. അതെന്താ? അത് പിന്നെ ഞാനും അനുശ്രീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചേച്ചിക്ക് അറിയാലോ. അപ്പോഴേക്കും ഒന്നും അറിയത്തില്ലാത്ത മട്ടി സുകന്യ പറഞ്ഞു, അല്ല നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പൊക്കെ ആണെന്നാണല്ലോ അനുശ്രീ എന്നോട് പറഞ്ഞേ. അലോക് പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പിലുപരി ഞങ്ങൾ തമ്മിൽ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചി, എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാണ്. സുകന്യ പറഞ്ഞു, ഇതെനിക്ക് അറിയായിരുന്നു, പിന്നെ അനുശ്രീ എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് മൈൻഡ് ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് അനുശ്രീ പറഞ്ഞു, അത് പിന്നെ ചേച്ചി എനിക്ക് പേടിയായിരുന്നു, ചേച്ചി ആരുടെയും ധർമ്മമാമനോട് ആരുടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയത്തില്ലോ, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നേന്ന് പറഞ്ഞു. ആ സമയം സുകന്യ പറഞ്ഞു, അതിന് നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് ചോദിച്ചു. ഇല്ല ചേച്ചി, സമ്മതിക്കത്തില്ല എന്ന് പറയണം. അല്ല അനുശ്രീ, അതിന് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇഷ്ടമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, അലോകിനോടൊപ്പം പോകാനൊരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. അലോകിനോടൊപ്പം പോവാനോ? പിന്നല്ലാതെ, ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ, അല്ലാതെ അലോകിനെ സ്നേഹിച്ചിട്ട് പിന്നെ മറ്റൊരുത്തിന്റെ കൂടെ പോകാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ഇത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്താൽ നല്ലതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനുശ്രീയെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അനുശ്രീക്ക്. അപ്പോഴേക്കും അലോകൻ സുഖനേച്ചി ഞങ്ങളോടൊപ്പം നിൽക്കില്ലേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളോടൊപ്പം നിൽക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. ഉറപ്പായിട്ടും ഞാൻ വാക്ക് തരുക, ഞാൻ എന്തു വന്നാലും നിങ്ങളോടൊപ്പം ആയിരിക്കും, നിങ്ങളുടെ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാനത് ഞാൻ ചെയ്തു തരാം, നിങ്ങളൊക്കെ സപ്പോർട്ടുമായിട്ട് ഞാൻ കൂടെ നിൽക്കാന്നൊക്കെ സുകന്യ വാക്ക് കൊടുക്കുകയാണ്. അത് കേട്ടപ്പം അലോകിനെ അനുസരിക്കും ഒരു സന്തോഷം സമാധാനമൊക്കെ ആയി. ഇതേ സമയത്ത് ഗോമതി ആകെപ്പാടെ തകർന്ന മനസ്സോടെ ദേവമല ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം സ്വാമിപ്പറ്റി പറഞ്ഞ കാര്യം വെച്ചിട്ടാണെങ്കിൽ കുടുംബത്തിലൊരു ദുരന്തം തന്നെ സംഭവിക്കും. പക്ഷെ ആർക്കാ സംഭവിക്കുന്ന അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം ദേവമോള് പ്രഗ്നന്റും കൂടെ. എൻ്റെ ദൈവമേ, ഒരാപത്തിൽ ഉൾപ്പെടുത്തരുതെന്നൊക്കെ പ്രാർത്ഥിച്ച വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. ഗോമതിന് മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി. എന്താ അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവി പറഞ്ഞു, ഒന്നുമില്ല, പോയ അമ്മയല്ലല്ലോ തിരിച്ചു വന്നേക്കെന്നൊക്കെ ദേവി പറഞ്ഞു. അപ്പോഴേക്കും മിത്ര അങ്ങോട്ട് വന്നു. മിത്ര വന്നിട്ട് പറഞ്ഞു, എന്താ അപ്പച്ചി എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്നൊക്കെ പറയണ. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ഗോമതിയുടെ മനസ്സ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പിന്നീട് ഗോമതി പറഞ്ഞു, ഞാനൊന്ന് കിടക്കട്ടെ, അത്ര ദൂരം നടന്നുകൊണ്ടാന്ന് തോന്നുന്നു, നല്ല ക്ഷീണം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ശ്രീദേവിയുടെ അടുത്ത് വന്നിട്ട് മിത്ര പറഞ്ഞു, അപ്പച്ചിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ, പോകുന്ന സമയം വരെ ഭയങ്കര സന്തോഷത്തോടെ പോയ ആളാ, പക്ഷെ തിരിച്ചു വന്നപ്പോൾ ആ ആളെ അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട് എന്തോ കാര്യമായിട്ട് സംഭവിച്ച പോലെ ഉണ്ട്, സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ഇപ്പോഴെന്താണെങ്കിലും അമ്മ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.